കൂട്ടുകാരെ, എല്ലാവർക്കും ദിനമിസ്വേലിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പമാണിത്. നുറുക്ക് ഗോതമ്പ് കുതിർത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു 10 മിനിറ്റ് മതി നമുക്കിത് ഉണ്ടാക്കി എടുക്കാനായിട്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഒരു 500 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഞാനിവിടെ. അതിലേക്ക് 2 ഏലക്കയുടെ കുരു മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് ശർക്കര പാനിയാക്കി എടുക്കണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നല്ലപോലെ ഒന്ന് പാനിയാക്കി എടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ആ കട്ടയായിട്ട് കിടക്കുന്നതൊക്കെ ഒന്ന് പൊടിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ നന്നായി ശർക്കരയൊന്ന് അലിയിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ശർക്കര പാനീയം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് ഒരു 2 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുവാണ്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറക്കാത്തതോ ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ ആ ശർക്കര പാനിയാക്കി വെച്ചിട്ടില്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കുക. ആ ചെറിയ ചൂടോടുകൂടി തന്നെ വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. നമ്മൾ ഇത് ചേർത്താണ് അരയ്ക്കുന്നത്. ഇനി ശർക്കര പാനീയം തികഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക ആദ്യം. അതിനുശേഷം വേണം അരച്ചു കൊടുക്കാനായിട്ട്. ഇനി ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ആവശ്യമായ മറ്റ് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇനി കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നെയ്യ് വറുത്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിത് അല്ലാതെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. കാരണം നമ്മൾ ഡയറക്റ്റായിട്ട് എണ്ണയിലോട്ട് ഒഴിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതാണ്. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറുത്ത എള്ളും നമ്മുടെ തേങ്ങാക്കൊത്തും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ വെച്ചേക്കാവുന്നതാണ്. ഞാനിവിടെ വെച്ചിട്ടില്ല. ഞാൻ ഡയറക്റ്റായിട്ട് ഇനി നെയ്യപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. എന്തെങ്കിലും അലൂമിനിയം പാത്രങ്ങൾ എടുക്കുന്നതാണ് നല്ലത്. നോൺ സ്റ്റിക്കിനേക്കാൾ എന്തെങ്കിലും കുഴിയുള്ള പാത്രങ്ങളാണ് നെയ്യപ്പം ഉണ്ടാക്കാൻ നല്ലത്. ഇനി ഞാൻ എണ്ണ ചൂടായതിന് ശേഷം നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ഒരു തവി വീതം ഒഴിച്ചു കൊടുത്ത് എണ്ണ അതിൻ്റെ മേലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് പൊങ്ങി വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു പലഹാരമാണല്ലോ നെയ്യപ്പം. അപ്പോൾ ഇനി അത് എപ്പോൾ കഴിക്കണമെന്ന് തോന്നിയാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാം. അരിയൊന്നും കുതിർക്കുകയോ അരയ്ക്കുകയോ ഒന്നും വേണ്ട. നുറുക്ക് ഗോതമ്പ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. നമുക്ക് ഒരു വശം ഒന്ന് റെഡി ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. വീണ്ടും എണ്ണ ഇങ്ങനെയൊന്ന് തൂവി കൊടുക്കണം. ഇപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾ ഒരു വട്ടം ഈ നുറുക്ക് ഗോതമ്പ് കൊണ്ട് നെയ്യപ്പം ഉണ്ടാക്കിയാൽ പിന്നെ ഇങ്ങനെ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അത്രയ്ക്കും ടേസ്റ്റാണ്. ഇപ്പോൾ രണ്ടാമത്തൊന്നും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു വാഴയിലയിലോട്ട് മാറ്റി വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഞാനിവിടെ വാഴയിലോട്ട് വെക്കുവാണ്. വാഴയിലയിലോട്ട് ഈ നെയ്യപ്പം വെക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ നെയ്യപ്പം എല്ലാം കൂടി വാഴയിലയിലേക്ക് മാറ്റുവാണ്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ നെയ്യപ്പം കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നുറുക്ക് ഗോതമ്പിൻ്റെയും റവയുടെയും അതുപോലെ അരിപ്പൊടി എല്ലാം ചേരുന്നുണ്ട്.
അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന നെയ്യപ്പത്തേക്കാൾ ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല ആരെടുത്ത നെയ്യപ്പമാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയുണ്ട്. നമ്മൾ ചായക്കടയിലൊക്കെ കിട്ടുന്ന നെയ്യപ്പമില്ലേ, അതേ ടേസ്റ്റാണ് ഈ നെയ്യപ്പത്തിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാം ഇത് ഒരുപാട് ഇഷ്ടമാകും. നെയ്യപ്പം ഇഷ്ടമില്ലാത്തവരില്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.